ഇത് കേരളത്തിന് മാത്രമല്ലല്ലോ, അഞ്ചോളം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട്. ഏത് സംസ്ഥാനത്താണ് വാരിക്കോരി പ്രഖ്യാപനം വന്നത്? വാരിക്കോരി ആർക്കും പ്രഖ്യാപനം കൊടുത്തിട്ടില്ല. വന്നത് 3 ദിവസം മുമ്പ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലാണ്. ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റ് അല്ല. ഞാൻ ഒന്നുകൂടെ വളരെ കൃത്യമായിട്ട് പറയാം. പ്രധാനമന്ത്രി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫൗണ്ടേഷനാണ് ഈ ബഡ്ജറ്റ്. അത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേ ഉണ്ട്, പുറത്തിറക്കിയ സാമ്പത്തിക സർവേ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ആ സാമ്പത്തിക സർവേയിൽ അടിവരയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നിരന്തരം ഒരേപോലെ വളർച്ച നേടുന്ന ഒരു രാജ്യമാണ് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോഴും ഇന്ത്യ കൃത്യമായി വലിയ വളർച്ച, വളരെ വേഗം വളരുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം മാറിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് 2047 ഒരു വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ഈ ബഡ്ജറ്റ് എന്ന നിലക്കാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുക മാത്രമല്ല, നമ്മൾ ഈ കേരളത്തിന് കിട്ടുമെന്ന് പറഞ്ഞ ഞാൻ പല കാര്യങ്ങളും ഇപ്പം തന്നെ വേറൊരു പദ്ധതി, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇപ്പം മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലേ? ഈ രാജ്യത്ത് തന്നെ ഇത്രയും കടൽ തീരം കേരളം പോലെ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് 700 കിലോമീറ്ററോളം, ഏതാണ്ട് അതിനടുത്ത് കിലോമീറ്റർ നമ്മൾ കടൽ തീരം നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ആ കടൽ തീരത്ത് വസിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന മത്സ്യമേഖലയിൽ വിപ്ലവകരമായിട്ടുള്ളൊരു ഡിസിഷൻ വന്നിട്ടില്ലേ? അതിൻ്റെ സ്റ്റോറേജുകൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക് ഇന്ന് ഒരു പ്രമുഖ ചാനൽ കേരളത്തിൽ ഇന്ന് രാവിലെ ചർച്ചയ്ക്കിടെ, ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ചാനൽ, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, അതിലെ ഡൽഹി ബേസ്ഡ് ഒരു പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞതാണ്, കാരണം ഡൽഹിയിൽ ഇന്നലെ അവർ ചില ചെറുപ്പക്കാരുടെ അടുത്ത് ഈ പറയുന്ന വരാൻ പോകുന്ന ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് സർക്കാർ ജോലിയാണോ അതോ പ്രൈവറ്റ് ജോലിയാണോ, ഏതാണ് നിങ്ങൾക്ക് താല്പര്യം? അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജോലികൾ കിട്ടാൻ സാധ്യതകൾ ബഡ്ജറ്റ് റിഫ്ലക്റ്റ് ചെയ്തതിൽ ഏതിനോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞു സർക്കാർ ജോലിയോട് അവർക്ക് താല്പര്യമില്ല, ഈ പറയുന്ന പ്രൈവറ്റ് ജോബിനോട് താല്പര്യമില്ല, മറിച്ച് ധാരാളമായി സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സാധ്യത ഈ ബഡ്ജറ്റുകളിൽ ഉണ്ടാവണം. 100 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് തൊഴിൽ തേടി നടക്കുന്ന ചെറുപ്പക്കാരല്ല, തൊഴിൽ നൽകുന്ന ചെറുപ്പക്കാരായിട്ട്, തൊഴിൽ സംരംഭകരായിട്ട് ഞങ്ങൾക്ക് മാറണം, അതിനുവേണ്ടി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആരംഭിക്കണം എന്ന് പറയുന്ന ഒരു പുതിയ യുവതലമുറ കാശ്മീർ രാജ്യത്തും കേരളത്തിലും വളർന്നു വരുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ബഡ്ജറ്റ്.